നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറഹു അൻ യുബ്സത ലഹു റിസ്ഖുഹു ഔ യുൻസഅ ലഹു ഫീ അസരി ഫലിയസിൽ റഹിമഹു. തൻ്റെ റിസ്ഖിൽ, ഉപജീവനത്തിലും പ്രായത്തിലും വർധനവും ബറക്കത്തും വിശാലതയും ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിയസിൽ റഹിമഹു, അവർ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണക്കാക്കാത്ത നിരക്കുള്ള ചില ബറക്കത്തുകളുണ്ടാകും. എന്നാൽ കുടുംബബന്ധം ചേർക്കാത്ത, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ വമ്പിച്ച ഞെരുക്കങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മുടെ ഉപജീവനത്തിൽ വിശാലത, അൻ യുബ്സത ലഹു റിസ്ഖുഹു എന്നാണ്. ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകും. ഔ യുൻസഅ ലഹു ഫീ അസരിഹി, പ്രായത്തിൽ, ആയുസ്സിൽ, അത് ഒരുപാട് കാലം ജീവിക്കാന്നല്ല, ഉള്ള കാലം ധന്യമായിരിക്കുമെന്നാണ്. ചിലർക്ക് അല്ലാഹു രണ്ടും കൂടി നൽകും. ഒന്ന് പ്രായത്തിൻ്റെ ആധിക്യം, രണ്ട് ഈ പ്രായത്തിലെല്ലാം തന്നെ അമല് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്നറിയാമോ? എന്നിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. കൂടുതൽ ആയുസ് ഒരാൾക്ക് കിട്ടി, ഈ ആയുസ്സിലെല്ലാം നന്മ ചെയ്യാനും പറ്റിയാൽ ആ വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്ന്. അപ്പോൾ ഈ നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആയുസ്സിൽ വർധനമുണ്ടാകും. എപ്പോൾ? കുടുംബബന്ധം ചേർത്താൽ. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ നമ്മോടടുത്ത് നിൽക്കുന്ന കുടുംബങ്ങളോടൊക്കെയുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കി തീർക്കുക, അത് നന്നാക്കി തീർക്കുക, അതിന് നമ്മൾ ശ്രമിക്കണം. وذكر فإن الذكرى تنفع المؤمنين وما خلقت الجن والإنس إلا